നിറഞ്ഞ സാർത്ഥകമായൊരു നിമിഷത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. വിഖ്യാതനായ ബംഗാളി സാഹിത്യകാരൻ ശരത്ചന്ദ്ര ചാറ്റർജി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർ മരിക്കുന്നത് ദുഃഖകരമാണ്, പക്ഷെ മനുഷ്യത്വം മരിക്കുന്നത് അതിലേറെ എന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട്. മനുഷ്യർ നമ്മുടെ നാട്ടിൽ മരിച്ചത് ഏറ്റവും ദുഃഖകരമായ കാര്യം തന്നെ. പക്ഷേ നമ്മുടെ നാട്ടിലും ലോകത്തെ എങ്ങും തന്നെ മനുഷ്യത്വം മരിക്കുന്ന സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും നിരാലംബരും നിസ്സഹായരുമായിട്ടുള്ള ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മനുഷ്യരല്ല, മനുഷ്യത്വമാണ് മരിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിയ അനുഭവങ്ങളാണ് നമുക്ക് ഈ കഴിഞ്ഞ 2 മാസം നമുക്കുണ്ടായിട്ടുള്ളത്. അത് വയനാട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ പ്രകൃതിയോട് മല്ലടിച്ചുകൊണ്ട് പരസ്പരം കൂട്ടായ്മയിൽ ജീവിക്കാൻ നിർബന്ധിതരായ ജനങ്ങളുടെ ഇടയിലാണ് അത് ഏറ്റവും നല്ല രീതിയിൽ ആ മനുഷ്യത്വം പ്രകടിതമായത്. ഉണ്ണികൃഷ്ണൻ സാറ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഡോക്ടറാണ് ഞാൻ. അദ്ദേഹം ഈ നാട്ടിൽ വന്ന് അദ്ദേഹത്തിനുണ്ടായ പരിവർത്തനം അദ്ദേഹം പറഞ്ഞു. ഇത് ഇവിടുത്തെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യത്വം, നമ്മൾ മനുഷ്യത്വത്തെ തേടി ചെന്നാൽ മനുഷ്യത്തെ കാണാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതുപോലൊരു പരിശ്രമം നടത്തി ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 2-ാം തീയതി തന്നെ നമ്മൾ കുറച്ച് സാഹസപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന് ആ മനുഷ്യത്വപരമായൊരു ശ്രമം നടത്തിയത് കൊണ്ടാണ് ഇവിടുത്തെ മനുഷ്യത്വത്തെ നമുക്ക് കണ്ടെത്താനായത്. നമ്മൾ നിസ്സംഗമായിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ നന്മയെ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ ആലപ്പുഴയിലെയും കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് തങ്ങളുടെ വള്ളങ്ങളുമായിട്ട് ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ കിഴക്കൻ മേഖലയിൽ പത്തനംതിട്ടയിലും ഒക്കെ ചെന്ന് ആളുകളെ, 100 കണക്കിന് ആളുകൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ടത്. അപ്പോൾ മനുഷ്യത്വത്തിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതായിരിക്കുന്നത്. ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞു, ധാരാളം മരുന്നുകൾ കൊടുക്കാൻ തയ്യാറുണ്ട്, പക്ഷെ അത് നമുക്ക് ജനങ്ങളുടെ കയ്യിൽ എത്തിക്കാനുള്ള, അർഹതപ്പെട്ട ആളുകളുടെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ അഭാവമാണ് മനുഷ്യനെ മനുഷ്യത്വപൂർവ്വമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള കൂട്ടായ്മകൾ സൃഷ്ടിക്കുക. മെഡിക്കൽ സർവീസ് സെൻ്റർ അത്തരം ഒരു കൂട്ടായ്മയാണ്. ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ല, ഏതൊരാൾക്കും, സേവന സന്നദ്ധരായ ഏതൊരാൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന അപൂർവമായൊരു സംഘടനയാണ് മെഡിക്കൽ സർവീസ് സെൻ്റർ. ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന IMA ഉണ്ട്, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘടനയുണ്ട്, നഴ്സുമാരുടെ സംഘടനയുണ്ട്, ഫാർമസി സിസ്റ്ററുകളുടെ സംഘടനയുണ്ട്, റെപ്രസെൻറ്റേറ്റീവുമാരുടെ സംഘടനയുണ്ട്. MSc അങ്ങനെ പ്രത്യേകമായ ഒരു പദവിയോ ഒരു ക്വാളിഫിക്കേഷനോ ആവശ്യമില്ല. മനുഷ്യത്വപരമായ പ്രവർത്തനത്തിൽ, വൈദ്യ ശുശ്രൂഷ രംഗത്ത്, ദുരിതാശ്വാസ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായ മുഴുവൻ ആളുകൾക്കും ഒരുമിച്ച് ചേരാവുന്നൊരു വേദിയാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും, നമ്മളുടെ എല്ലാവരുടെയും പ്രസ്ഥാനമാണ് MSc. അത് തെളിയിക്കപ്പെട്ടു. ഇപ്പോൾ ആരോഗ്യരംഗവുമായ ഒരു ബന്ധമില്ലാത്ത നിരവധി ആളുകൾ ഈ വയനാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രവർത്തകരായി ലഭിക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കാൻ അഭിലഷിക്കുന്ന ആളുകൾ, തിൽസിയെ പോലുള്ള നഴ്സിംഗ് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇതേവരെ ആ മേഖലയിൽ പ്രവേശിച്ചിട്ടില്ല, പക്ഷേ അവരെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം ആളുകളെ, അവരൊക്കെ ആ ഒരു ഓറിയൻറ്റേഷൻ നേരത്തെ കിട്ടിയ ആളുകളാണ്. അവർക്കെല്ലാം അവരുടെ ആ സേവന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ളൊരു വേദി നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയും. ഇവിടെ ധാരാളം അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഏറ്റവും ഉചിതമായ വയനാടിൻ്റെ, മേപ്പാടിയുടെ ഈ ദുരന്ത മേഖലയിലെ ഏറ്റവും അവിടുത്തെ മനുഷ്യരുടെ ശബ്ദം അധികാരികളുടെ അടുത്തെത്തിക്കാനും ജനഹൃദയങ്ങളിൽ അത് അവതരിപ്പിക്കാനും ഉള്ള ഒരു പരിശ്രമം നമ്മൾ തുടരും. നമ്മളുടെ സൈക്യാട്രിക് കൗൺസിലിങ്ങിൻ്റെയും മാനസികാരോഗ്യ പ്രവർത്തനത്തിൻ്റെയും ഒരു പ്രവർത്തനം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എബ്രഹാം സാറ് നമ്മൾ പിതൃതുല്യനായ നമ്മൾക്കൊരു രക്ഷാകർത്തൃ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അദ്ദേഹം ഒരു വിശ്രമ ജീവിതം കാക്ഷിച്ചുകൊണ്ടാണ് നാട്ടിൽ തിരിച്ചെത്തിയതെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാനാവില്ല. മനുഷ്യത്തുള്ളവർക്ക് ആർക്കും വെറുതെ ഇരിക്കാനാവില്ല ഇന്നത്തെ നാട്ടിൽ.
ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കാണുമ്പോൾ സഹജീവികളുള്ള ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നമ്മളെക്കാളേറെ ഉത്സാഹപൂർവ്വം ഒരാളായി ചുറുചുറുക്കോടുകൂടി രംഗത്ത് വന്ന് നമുക്ക് എല്ലാവർക്കും വലിയൊരു വികാരവും പ്രചോദനവും പ്രത്യാശയും നൽകിയ ഒരു കാര്യമായിരുന്നു. അപ്പം അത്തരത്തിലുള്ള നിരവധി ആളുകൾ നമുക്ക് കണ്ടെത്താനും മനുഷ്യത്വത്തിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനും പറ്റിയ ഒരു അവസരമായിട്ട് ഈ സംരംഭം മാറി. പിന്നെയും ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം, ഒത്തൊരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഞങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇനിയും തീർച്ചയായിട്ടും വരാൻ അഭിലഷിക്കുന്നൊരു പ്രദേശമാണ് വയനാട് ഈ പ്രദേശം. അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും ഈ പ്രദേശത്തേക്ക് വേണ്ടി ഉണ്ടാകും. അതിൻ്റെ പ്രതികരണങ്ങൾ നിങ്ങളുടെ ഉണ്ടാകുമെന്ന് നല്ല പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും.